ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ക്ലോസറ്റിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സീറ്റ് കവർ കാര്യങ്ങൾ വരാറുണ്ട്. പലതും പല ടൈപ്പാണ് വരാറ്. അപ്പോൾ ഈ ടൈപ്പ് വരുന്ന അതായത് കണ്ടോ ഇങ്ങനത്തെയാണ് അത് സീറ്റ് കവർ വരുന്ന സീറ്റ് കവർ, അതായത് സ്ലോ മോഷനിൽ വരുന്ന സീറ്റ് കവർ. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സ് ആണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഇതിൻ്റെ ഇങ്ങനെയുള്ള കുറേ ഫിറ്റീരിയൽസും അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് ആദ്യമേ തന്നെ ടൈറ്റ് ചെയ്യണം. കാരണം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കണ്ടോ അത് ടൈറ്റ് ചെയ്ത് ബൾജ് ചെയ്ത് കയറി വരും. അതിലാണ് ഈ പറയുന്ന സീറ്റ് ടൈറ്റായിട്ട് ഇരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ അതുപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചാൽ ഇതാണ് എൻ്റെ ശരിക്കുള്ള രീതി വരുന്നത്. ആദ്യമേ തന്നെ കണ്ട ഇതാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ അതിൽ നിന്ന് ആ സ്ക്രൂ ആദ്യമേ തന്നെ നെട്ട് ബോൾട്ട് അതിൽ നിന്ന് അഴിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് ടൈറ്റ് ചെയ്ത് മുകളിലേക്ക് കയറി വരുന്ന സിസ്റ്റമാണ് കാണുന്നത്. ഇനി അടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടത് അതിൽ നിന്നും നേരെ അകത്തേക്ക് അതിൻ്റെ ബ്ലാക്ക് കാണുന്നുണ്ട്. ആ ബ്ലാക്കിൻ്റെ അകത്തേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏറ്റവും മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. വേറെ താഴെ നിന്ന് കൈയിട്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാണുന്ന ഏറ്റവും തുമ്പത്തുള്ള ആ പറയുന്ന ചെറിയൊരു നെറ്റ് ഹോൾഡുണ്ട്, അത് ആ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട് ചെറിയൊരു നെറ്റ് പോലെ. അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് മുകളിലേക്ക് കയറി വന്ന് അത് ക്ലോസറ്റിൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ക്ലോസറ്റിൽ വന്ന് ടൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മളുണ്ട് ഇത്. അപ്പോൾ നോർമൽ ഒരു ചെറിയൊരു ടൈറ്റ് വെച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുള്ളൂ. എന്നിട്ട് വേറെ ഒന്നുമില്ല. ചെയ്യണ്ട. ഇതേപോലെ മുകളിൽ നിന്നും ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് കൊടുത്താൽ മാത്രം മതി. അത് പ്രസ്സിങ് കൊടുത്ത് കഴിയുമ്പോൾ അവിടേക്ക് ഇരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെയും പ്രസ്സിങ് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇരിക്കും. ഇനി ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ സീറ്റ് കവറിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് വയ്ക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതായത് വളരെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം അത് ടൈറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന സീറ്റ് കവറിൻ്റെ മുകളിലെ ആ പറയുന്ന അതിൻ്റെ സീറ്റ് കവറിൻ്റെ സൈഡിൽ തന്നെ 2 ഹോളുകളുണ്ട്. ആ ഹോളുകൾ കറക്റ്റ് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട്, അതായത് സീറ്റ് കവർ നമ്മൾ ഫ്രണ്ട് കറക്റ്റ് ആയിരിക്കണം, ക്ലോസറ്റിൻ്റെ കറക്റ്റായിട്ട് വരാവുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന പോലെ സീറ്റ് കവറിൻ്റെ 2 സൈഡിൽ 2 ബട്ടൺ ഉണ്ടാവും. അത് ഞെക്കി കഴിയുമ്പോൾ കണ്ടോ ഈ സൈഡിൽ ഒരു ബട്ടൺ കാണും, ഇപ്പുറത്തെ സൈഡിൽ ഒരു ആ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ വേറെ പൊങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യമേ തന്നെ ഇത് ശരിക്കും ടൈറ്റ് ചെയ്യുക, ഒരു നോർമൽ ലെവലിൽ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം സീറ്റ് കവറിൻ്റെ മുകളിലേക്ക് വെച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ അത്രയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പിടിപ്പിക്കേണ്ട ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുന്നു വിചാരിക്കുന്നു. അതിൻ്റെ ജസ്റ്റ് ആ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് കാണിച്ചത്. ഇനി അത് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സീറ്റ് കവർ വയ്ക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.